പ്രൈസ് ദി ലോർഡ്. ദൈവസ്നേഹത്തിന്റെ ആഴത്തെ മനസ്സിലാക്കുവാൻ കർത്താവ് നമുക്കൊരു പ്രഭാതം കൂടെ ദാനമായി തന്ന ദൈവത്തിന്റെ സ്നേഹത്തെയും കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി. ഹനനയാഗവും ഹോമയാഗവും ദൈവത്തിന്റെ ആത്മാവ് തീയാൽ ദഹിപ്പിച്ചു. ശലോമോൻ കത്തിച്ചിട്ടല്ല, ആകാശത്ത് നിന്ന് തീ ഇറങ്ങി ദൈവത്തിന്റെ ആത്മാവ് അതിനെ ദഹിപ്പിച്ചു. ആലയത്തിൽ മുഴുവനും ദൈവത്തിന്റെ തേജസ് കൊണ്ട് നിറഞ്ഞു. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 1-ാം വാക്യം. ആലയത്തിന്റെ പ്രതിഷ്ഠയാണ്. ഉദ്ഘാടന ചടങ്ങിന്റെ കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ശലോമോൻ സകലതും പ്രിപ്പയർ ചെയ്തതിനു ശേഷം മഹത്തായ ആലയം തന്റെ സമ്പത്ത് കൊണ്ടും തന്റെ വെളിപ്പാട് കൊണ്ടും തന്റെ ജ്ഞാനം കൊണ്ടും നിറയപ്പെട്ട് ദൈവത്തിൽ നിന്ന് ആലോചന ചോദിച്ചുകൊണ്ട് താൻ ഒരു സ്ഥലം കണ്ടെത്തി അവിടെ ഒരു ആലയം പണിഞ്ഞിരിക്കുകയാണ്. ദൈവത്തോട് ചോദിച്ചുകൊണ്ടാണ് സകലതും ചെയ്തത്. അതാത് സമയത്ത് ദൈവം അവന് ഉത്തരമരളിയിരുന്നു. ഉപദേശങ്ങൾ കൊടുത്തു, ആലോചന കൊടുത്തു, ജ്ഞാനം കൊടുത്തു, ദൈവത്തിന്റെ കൃപയെ കൊടുത്തു, സമ്പത്ത് കൊടുത്തു, അനുഗ്രഹങ്ങൾ കൊടുത്തു, എല്ലാം കൊടുത്തു. അവൻ ചോദിച്ചതൊന്നും ദൈവം മുടക്കിയില്ല. അവന് വഴികളെല്ലാം ദൈവം അനുകൂലമാക്കി. അവന്റെ മുൻപിൽ ദൈവം തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തി. ഒടുവിൽ ആലയത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് വന്നു. അവിടെ ശലോമോൻ തന്നെത്താനെ താഴ്ത്തി സ്വർഗത്തേക്ക് നോക്കി പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയുടെ വിശദീകരണമൊക്കെ മുൻ അധ്യായങ്ങളിലൊക്കെ നമുക്ക് കാണുവാൻ കഴിയും, വായിക്കാൻ കഴിയും. പല പ്രാവശ്യം നാം ഈ വേദഭാഗത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഉടനെ, പിന്നീടല്ല, ഉടനെ ഹോമയാഗത്തിന്മേൽ യഹോവയുടെ തീ ഇറങ്ങി അതിനെ ദഹിപ്പിച്ചു. ആലയത്തിന് മുഴുവനും തേജസ് നിറഞ്ഞു. ശലോമോൻ വിചാരിച്ചു ഇതൊരു പെർമനന്റ് കോൺട്രാക്ട് ആണ്. ദൈവം താൻ പറയുന്നത് പോലെ ചെയ്യുന്ന ഒരു ദൈവത്തെ ശലോമോൻ തന്റെ മനസ്സിൽ ഗ്രഹിക്കുകയുണ്ടായി. ആദ്യമായിട്ടാണ് യഹോവയുടെ തീ ഇറങ്ങുന്നത് ശലോമോൻ കണ്ടത്. ശലോമോൻ വിചാരിച്ചു ഈ തീ ഒരിക്കലും വിട്ടുമാറുകയില്ല. തന്റെ ആലയം ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ശലോമോന് ബോധ്യമായി. എല്ലാവരും ഉദ്ഘാടനം കഴിഞ്ഞ് വീട്ടിൽ പോയി. അന്ന് വലിയ ആഘോഷമായിരുന്നു. ഇസ്രായേൽ ജനം ദൈവത്തിന്റെ തേജസ് കണ്ടുകൊണ്ട് അവിടെ മുഴുവനും ആകാശത്തിൽ നിറങ്ങ തീയുടെ ശക്തിയും ഹോമയാഗം ദഹിപ്പിച്ചതായ അതിന്റെ പുകയും കൊണ്ട് ആലയം നിറഞ്ഞത് ജനങ്ങൾ കണ്ടു. അവർ കരഞ്ഞു, അവർ നിലവിളിച്ചു. ദൈവത്തിന്റെ തേജസ് ഇവിടെ ഉണ്ട് എന്ന് അവർ സമ്മതിച്ചു. കാര്യമൊക്കെ ശരിയാ. ആഘോഷങ്ങൾ കഴിഞ്ഞെല്ലാവരും വീട്ടിൽ പോയി. എന്നാൽ അന്ന് രാത്രിയിൽ സന്തോഷവാനായി ആ കൊട്ടാരം മുഴുവനും വലിയൊരു ആഘോഷത്തോടുകൂടി സന്തോഷിച്ച് കിടന്ന് ഉറങ്ങുന്നതായ ആ രാത്രിയുടെ യാമങ്ങളിൽ ആരോരും അറിയാതെ ദൈവം ശലോമോന് ഒരു പ്രൈവറ്റ് വിസിറ്റിംഗ് നടത്തി. പ്രൈസ് ദി ലോർഡ്. അതെന്തിനായി പ്രൈവറ്റ് വിസിറ്റിംഗ്? പറയാം. ദൈവം ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങളൊക്കെ നമ്മളോട് സ്വകാര്യമായിട്ടാണ് ചെയ്യുന്നത്, പറയുന്നത്. പരസ്യമായിട്ട് പറയത്തില്ല. കാരണം എന്താണെന്ന് അറിയാമോ? മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മെ പരിഹാസ വിഷയമാക്കാതിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്, നമ്മോടുള്ള ദയയാണ്, അവന്റെ കരുണയാണ്, സതയാണ്. പിതാക്കന്മാരോട് അവൻ ചെയ്തതായ ആ വാഗ്ദത്തങ്ങളുടെ നിറവേറലാണ്. അതിന്റെ അർത്ഥം നാം ദൈവസന്നിധിയിൽ വിശുദ്ധരായിരിക്കണമെന്നുള്ളതല്ല. അന്ന് രാത്രിയിൽ പള്ളിമെത്തയിൽ കിടന്നതായ ശലോമോന് ഒരു അസ്വസ്ഥത. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ സർവശക്തനായ ദൈവത്തിന്റെ തേജസ് അവന്റെ ആ കൊട്ടാരത്തിൽ നിറഞ്ഞിരിക്കുന്നു. അയ്യോ, ആലയത്തിൽ വെളിപ്പെട്ട ദൈവം ഇവിടെയും വന്നോ എന്ന് ശലോമോൻ വളരെ ഭയപ്പെട്ട് ഉണർന്നു. ദൈവത്തിന്റെ മുഴക്കത്തോടുകൂടി ദൈവത്തിന്റെ ശബ്ദം ശലോമോൻ ഉണ്ടായത് എന്തെന്നാൽ ശലോമോനോട് പറയാണ്, ശലോമോനെ, നീ പണിഞ്ഞതായ ആലയത്തിന്റെ സ്ഥലമുണ്ടല്ലോ. 12-ാം വാക്യവും 14-ാം വാക്യവും ഒക്കെ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ ദൈവം പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ശലോമോനെ, നീ പണിതതായ ആലയം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നീ ധാരാളം പൊന്നും വെള്ളിയും ഒക്കെ അതിന് ചെലവഴിച്ചിട്ടുണ്ട്. നീ ചെലവഴിച്ചതായ കാര്യങ്ങളെയൊക്കെ കേട്ടാൽ മഹത്താണ്. ലോകത്തിലെ രാജാക്കന്മാർക്ക് ആർക്കും, ജാതികളുടെ രാജാക്കന്മാർക്ക് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും നീ ചെയ്തിരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെങ്കിൽ ഒരു കാര്യം നിന്നോട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. എന്താണെന്നറിയാമോ? നീ തെരഞ്ഞെടുത്തിരിക്കുന്നതായ ആലയം, അല്ലെങ്കിൽ ആ സ്ഥലം, ആലയം നിൽക്കുന്നതായ സ്ഥലം നിന്റെ പ്രാർത്ഥന കേട്ട് ഞാൻ അംഗീകരിച്ചതാണ്.
അല്ലാതെ ഞാൻ തെരഞ്ഞെടുത്ത സ്ഥലത്ത് നീ പണിത ആലയമല്ല. അത്യുന്നതനായവന് ആകാശത്തിനും ഭൂമിക്കും സ്വർഗം തന്റെ സിംഹാസനം, ഭൂമി തന്റെ പാദപീഠം. നീ പണിയുന്ന ആലയം ഏതുവിധം? അത്യുന്നതന് പണിയുന്നതായ സിംഹാസനത്തിന്റെ സ്ഥലം എവിടെ? എങ്ങനെയാണ് നീ പണിയുന്നത്? പലപ്പോഴും നമ്മൾ ദൈവത്തിന്റെ ആ മഹത്വത്തെ തിരിച്ചറിയാതെ നമ്മുടെ ബുദ്ധിയിലും ജ്ഞാനത്തിലും ഒരു ചെറിയ സ്ഥലത്ത്, ഒരു ചെറിയ ഒരു റൂമിൽ, ഒരു ഹാളിൽ അല്ലെങ്കിൽ ഒരു പന്തലിലൊക്കെ ദൈവത്തെ കുടിയിരുത്തുവാൻ നമ്മൾ പലപ്പോഴും ശ്രമിക്കും. ദൈവത്തിന്റെ തേജസ് ഇറങ്ങുന്നത് കണ്ടുകൊണ്ട് നമ്മൾ വിചാരിക്കും അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ദൈവമാണെന്ന്. നമ്മൾ തെറ്റിദ്ധരിച്ചു പോകും. ഈ ദൈവം വേറെ എങ്ങോട്ടും പോകത്തില്ലെന്നുള്ളതായ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരും. പക്ഷെങ്കിൽ അന്ന് രാത്രിയിൽ ശലോമോനോട് രണ്ടും കാര്യങ്ങൾ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാര്യങ്ങൾ വെളിപ്പെടുത്തുവാൻ ആരംഭത്തെങ്കില് ദൈവം ഇറങ്ങി വന്ന് ശലോമോനോട് പറയുകയാണ്, ഈ ആലയം നിൽക്കുന്ന സ്ഥലം നീ തെരഞ്ഞെടുത്തതാ. പക്ഷെങ്കിൽ നിന്റെ പ്രാർത്ഥന കേട്ട് ഞാനത് അംഗീകരിച്ചതാ. 21 വാക്യത്തിലേക്ക് അത് വരുമ്പോൾ ശലോമോന്റെ ഹൃദയം പിടപെടയ്ക്കാൻ തുടങ്ങി. ദൈവം പറയുന്നതായ ഒരു വാക്ക്, ഇതെത്ര വലുതാണെങ്കിലും അയ്യോ ഇനി ഒരു വാക്കും കേൾക്കരുത് എന്ന് ശലോമോൻ ചിന്തിച്ച് തന്റെ ചെവിയെ പൊത്തിക്കാണ്. ഈ ആലയത്തിന്റെ മഹത്വം എത്ര വലുതാണെങ്കിലും, എത്ര മഹത്വമുള്ളതാണെങ്കിലും വഴിയെ പോകുന്നവർ അതിന്മേൽ വിരൽ ചൂണ്ടി, അയ്യോ പണ്ട് ഇത് ദൈവത്തിന്റെ തേജസ് വസിച്ച സ്ഥലമല്ലയോ എന്ന് അതിനെ ആക്ഷേപിക്കുവാനുള്ളതായ ഒരു സാഹചര്യം ശലോമോനെ നീ ഉണ്ടാക്കരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കൽപ്പനയാണ്, ദൈവം പറയുന്ന കാര്യമാണ്. ആലയത്തിന്റെ കാര്യം വരുമ്പോൾ ചിലപ്പോൾ നാം നമ്മുടെ ആലയത്തെക്കുറിച്ചും ആരാധന സ്ഥലങ്ങളെക്കുറിച്ചും സഭയെക്കുറിച്ചും ആയിരിക്കും പെട്ടെന്ന് ചിന്തിക്കും. അതൊന്നും ദൈവത്തിന്റെ ആലയങ്ങളല്ല. നമ്മൾ കൂടി വരുവാൻ നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നതായ ഒരു കുടിയിരിപ്പ് സ്ഥലമെന്ന് മാത്രമേ ഉള്ളൂ. നാം ചന്തയിൽ കൂടിയാലും, റോഡിൽ കൂടിയിരുന്നാലും, ആലയത്തിൽ കൂടിയിരുന്ന ഒരു പള്ളിയിൽ കൂടിയിരുന്നാലും, അല്ലെങ്കിൽ വയലിൽ കൂടിയിരുന്നാലും, 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ, ഇന്ന സ്ഥലമൊന്നുമില്ല, എവിടെ കൂടിയിരുന്നാലും ഞാൻ അവരുടെ മധ്യത്തിൽ കടന്നു വരാമെന്നാണ് കർത്താവിന്റെ അരുളപ്പാട്. ദൈവത്തിന് കടന്നു വരുവാൻ ആലയമൊന്നും വേണ്ട, പള്ളികളൊന്നും വേണ്ട, ക്ഷേത്രങ്ങൾ വേണ്ട. സർവശക്തനായ ദൈവം, സർവവ്യാപിയായ ദൈവം, ദൈവത്തിന്റെ പ്രസാദകരമാകുന്നതായ സ്ഥലങ്ങളിൽ, അവന് ഹിതമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെയും നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലും നമ്മുടെ ഹൃദയത്തിലും ദൈവം എഴുന്നള്ളി വരും. ദൈവത്തിന് പ്രസാദകരമായ സ്ഥലം എവിടെയുണ്ടോ അവിടെ ദൈവം കടന്നു വരുന്നു. അത് ആലയമായി ദൈവം അംഗീകരിക്കുന്നു. ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ളതായ ആലയം, ദൈവം ഏറ്റവും ഇഷ്ടപ്പെടുന്നതായ അല്ലെങ്കിൽ പ്രസാദിക്കുന്നതായ ആലയം മനുഷ്യന്റെ ഹൃദയമാണ്. ദൈവത്തിന് സ്തോത്രം. ആ മനുഷ്യന്റെ ഹൃദയത്തോട് ദൈവം ശലോമോനോട് എന്ന പോലെ ഈ പ്രഭാതത്തിൽ പറയുകയാണ്, നിന്റെ ആലയം, നിന്റെ പ്രതിഷ്ഠ, നിന്റെ ജീവിതം എത്ര മഹത്വമുള്ളതാണെങ്കിലും, എത്ര വലുതാണെങ്കിലും, എത്ര സമ്പന്നമാണെങ്കിലും, നീ എത്ര വലിയവനെന്ന് നിനക്ക് തോന്നിയിരുന്നാലും ശരി, നിന്നിൽ നിന്ന് എനിക്ക് പ്രസാദമില്ലാത്തതായ, എന്റെ തേജസ്സിന് ഉൾക്കൊള്ളുവാൻ കഴിയാത്തതായ എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ കണ്ടാൽ ഞാൻ ആ ആലയത്തെ ഉപേക്ഷിച്ചു കളയും. അത് പറഞ്ഞത് മറ്റുള്ളവർ കേൾക്കുകയല്ല, രഹസ്യമായി. എന്താ കേൾക്കാതെ പറഞ്ഞതെന്നറിയാമോ? ജനങ്ങളുടെ മുമ്പിൽ, ദേശത്തിന്റെ മുൻപിൽ, സഹോദരങ്ങളുടെ മുൻപിൽ, സഭകളുടെ മുൻപിൽ, ശത്രുക്കളുടെ മുൻപിൽ നീ ആക്ഷേപിക്കപ്പെടാതിരിക്കേണ്ടതിന് ദൈവത്തിന്റെ ആലോചന പലപ്പോഴും നിന്നോട് വ്യക്തിപരമായിട്ട് ദൈവം തരുന്നു. വ്യക്തിപരമായ ഒരു റിലേഷൻ, ദൈവത്തിന്റെ ആഴമേറിയ സ്നേഹം അവിടെയാണ് വെളിപ്പെടുന്നത്. നിന്നെ പരസ്യ കൊലമാക്കാതെ, ശത്രുക്കളുടെ മുമ്പിൽ നിന്നെ ആക്ഷേപിക്കാതെ, നിന്റെ തെറ്റുകുറ്റങ്ങളെ രഹസ്യമായി വന്ന് നിന്നോട് വ്യക്തിപരമായി ഇടപെടുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ ഈ പ്രഭാതത്തിൽ മനസ്സിലാക്കുവാൻ നിന്റെ കണ്ണുകൾ പ്രകാശിപ്പിക്കപ്പെടട്ടെ. വലിയവനും ചെറിയവനും, ദരിദ്രനും പണ്ഡിതനും പാമരനും ദൈവത്തിന്റെ ആലോചന കേൾക്കുക. നീ എത്ര വലിയവനാണെങ്കിലും മറ്റുള്ളവർ നിന്നെ പരിഹസിക്കുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് നിന്റെ പ്രവൃത്തികളും നിന്റെ ആശയങ്ങളും കൊണ്ടുപോകരുത്. അങ്ങനെ വരുമ്പോൾ ദൈവം തന്റെ തേജസ്സിനെ അവിടെ നിന്ന് എടുത്തു മാറ്റും. ദൈവസന്നിധിയിൽ താഴുവാൻ, ദൈവത്തിന്റെ മഹത്വകരമായ സ്നേഹത്തിന്റെ ആഴത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ഈ പ്രഭാതം നിന്നെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.
നിർത്തും തൻ മഹിമയിൻ സവിധത്തിൽ നാഥൻ. വഴുതിടാതവൻ എന്നെ കരങ്ങളിൽ കാത്തു. നിർത്തും തൻ മഹിമയിൻ സവിധത്തിൽ നാഥൻ. കളങ്കമറ്റാനന്ദ പൂർണ്ണതയോടെ, കളങ്കമറ്റാനന്ദ പൂർണ്ണതയോടെ ഭവിക്കട്ടെ മഹത്വമങ്ങവനെന്നും നാമേ. ഭവിക്കട്ടെ മഹത്വമങ്ങവനെന്നും നാമേ. കാണുന്നു ഞാൻ യാഹിൽ എനിക്കാശ്രയമായൊരു ശാശ്വത പാറ. കാണുന്നു ഞാൻ യാഹിൽ